റിലേഷൻഷിപ്പിൽ ഒരാൾ ഒരു തെറ്റ് ചെയ്താൽ സെക്കൻഡ് ചാൻസ് കൊടുക്കണോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും നമ്മൾ ഒരു സെക്കൻഡ് ചാൻസ് കൊടുക്കേണ്ടത് ആവശ്യമാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മളൊരു വില കൂടിയ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു മൊബൈൽ വാങ്ങാണെന്ന് വിചാരിക്കും. ഐഫോൺ തന്നെ ആയിക്കോട്ടെ. അങ്ങനെ വാങ്ങുന്ന ഒരു ഫോൺ വാങ്ങിയ കുറച്ച് നാളൊക്കെ നമ്മൾ കുറച്ചധികം അതിനെ കെയർ ചെയ്യും. പക്ഷെ റെഗുലറായി യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്നും നമ്മൾ അത് നോക്കി പറഞ്ഞുകൊണ്ടിരിക്കും, ഇത് ഐഫോൺ ആണെന്ന്. ആ ഫോൺ അറിയാതെ നമ്മുടെ കയ്യിൽ നിന്നൊന്ന് വീണു പോയാൽ, അതിന് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായാൽ അപ്പോൾ മുതൽ നമ്മളൊന്ന് ശ്രദ്ധിക്കും. നമ്മൾ പിന്നെയാവും ചിന്തിക്കുക, അയ്യോ ഇത് ഐഫോൺ ആണല്ലോ, ഇത്ര എക്സ്പെൻസീവ് ആണല്ലോ എന്നൊക്കെ. ഇതുപോലെ തന്നെയാണ് റിലേഷൻഷിപ്പിലും. ഒരു തെറ്റ് ചെയ്യുമ്പോഴായിരിക്കും ഒരു പക്ഷെ നമ്മുടെ കൂടെയുള്ള ആ ഒരു വ്യക്തിയുടെ മൂല്യം നമ്മൾ തിരിച്ചറിയുക. പലപ്പോഴും ഒരു റിലേഷൻഷിപ്പിൽ ഇരിക്കുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അത് ശരിക്കാണോ, അല്ലെങ്കിൽ ഇതുമായി മുന്നോട്ട് പോകണോ എന്നൊക്കെ ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ് ഒരു ബ്രേക്ക് എടുക്കുക എന്ന്. അങ്ങനെ ബ്രേക്ക് എടുക്കുമ്പോൾ ആ ഒരു വ്യക്തിയെ നിങ്ങൾക്ക് എത്രത്തോളം മിസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ആ ഒരു വ്യക്തി ഇല്ലാതെ നിങ്ങൾക്ക് മൂവ് ഓൺ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ ഒരു ഡിസിഷൻ എടുക്കാനും ആ ഒരു അപ്രോച്ച് ചെയ്യുന്നത് നല്ലതായിരിക്കും.